Hello my dear students, welcome to EduZone, the commerce platform. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും EduZone ദി കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്ററായ ഫോർമേഷൻ ഓഫ് എ കമ്പനിയുടെ രൂപീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനി ആണെങ്കിലും അതിൻ്റെ ഫോർമേഷന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പുകളെ കുറിച്ചിട്ടും പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് പഠിക്കുന്നത് സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ. ഒരു കമ്പനി രൂപീകരിക്കാൻ വേണ്ട രൂപീകരണ ഘട്ടങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു കമ്പനി രൂപീകരിക്കണമെങ്കിൽ പ്രധാനമായിട്ടും 4 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രൊമോഷൻ, സെക്കൻഡ് ഇൻകോർപ്പറേഷൻ, തേർഡ് പോയിൻ്റ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, ഫോർത്ത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, പ്രാരംഭ പ്രവർത്തനം, ഏകോപനം, മൂലധനം സ്വരൂപിക്കുക, ബിസിനസ്സിൻ്റെ ആരംഭം. ഈ 4 സ്റ്റേജസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊമോഷനാണ്. പ്രൊമോഷൻ മീൻസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ആർ നെസസറി ഫോർ ബ്രിങ്ങിങ് ദി കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. അതായത് സം ടോട്ടൽ ഓഫ് ഓൾ ആക്ടിവിറ്റി, എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് എന്തിൻ്റെ? വിച്ച് ആർ നെസസറി ഫോർ ബ്രിങ്ങിങ് ദ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. ഒരു കമ്പനി നിലവിൽ കൊണ്ടുവരുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് പ്രൊമോഷൻ. ക്ലിയർ? പ്രൊമോഷൻ എന്താണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പ്രൊമോട്ടർ ആരാണെന്ന് പറയണം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം അല്ലേ, ദ പേഴ്സൺ ഹൂ ടേക്ക് ഇനീഷ്യേറ്റീവ് ടു ഫോം എ കമ്പനി. ഒരു കമ്പനി രൂപീകരിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് പ്രൊമോട്ടർ. ദ പേഴ്സൺ ഹൂ ടേക്സ് ഇനീഷ്യേറ്റീവ് ടു ഫോം എ കമ്പനി. അത് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ അയാൾ എന്തൊക്കെയാണ് അയാളുടെ ഫങ്ഷൻ, അതാണ് അടുത്ത സ്റ്റേജ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടർമാരുടെ ഫങ്ഷൻ എന്തൊക്കെയാണ്, അവരുടെ ധർമ്മങ്ങൾ, അവരുടെ ജോലി എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ. ബിസിനസ്സിൻ്റെ ആശയങ്ങൾ ഡിസ്കവർ ചെയ്യുക, കണ്ടുപിടിക്കലാണ് ഒന്നാമത്തെ ഫങ്ഷൻ. സെക്കൻഡ് ഫീസിബിലിറ്റി സ്റ്റഡി, വിശദമായ അന്വേഷണം, അതായത് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. ആ ബിസിനസ് തുടങ്ങിയാൽ അത് ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് പഠനം നടത്തിയിരിക്കണം. ആ ഡ്യൂട്ടി പ്രൊമോട്ടർക്കുള്ളതാണ്. അടുത്തത് നെയിം അപ്രൂവൽ, കമ്പനിക്ക് ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നത് പ്രൊമോട്ടറാണ്. ദെൻ ഫിക്സിങ് അപ്പ് സിഗ്നേച്ചർ ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതായത് മെമ്മോറാണ്ടം അസോസിയേഷനിലും അതായത് ഇതിൻ്റെ ഡോക്യുമെൻറ്റിലൊക്കെ സൈൻ ചെയ്യുന്ന ആളുകളെ ഫിക്സ് ചെയ്യണം. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസ്, അവിടുത്തെ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി, അവിടുത്തെ പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി പ്രൊമോട്ടർക്കുള്ളതാണ്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ്, ഓരോ ഡോക്യുമെൻറ്റും പ്രിപ്പയർ ചെയ്യുന്നതും ആരാണ്? പ്രൊമോട്ടറാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ, ബിസിനസ്സിൻ്റെ ഐഡിയ കണ്ടുപിടിക്കണം. ദെൻ ഫീസിബിലിറ്റി സ്റ്റഡി, നെയിം അപ്രൂവ് ചെയ്യണം. പിന്നെ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളും സൈൻ ചെയ്യുന്നവരെ കണ്ടുപിടിക്കണം. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണലിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ലാസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ്. പ്രൊമോട്ടർ നിർവഹിക്കുന്ന ജോലി ബിസിനസ്സിൻ്റെ ആശയങ്ങൾ കണ്ടുപിടിക്കണം, വിശദമായ അന്വേഷണം നടത്തണം, ഏകോപനം നടത്തണം, സാമ്പത്തിക കാര്യങ്ങൾ നടത്തണം, വിവിധ രേഖകൾ തയ്യാറാക്കണം. ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, പ്രൊമോട്ടർ ആരാണെന്ന് പറഞ്ഞു, പ്രൊമോട്ടറെ ഫങ്ഷൻ പറഞ്ഞു. ഇനി പ്രൊമോട്ടറുടെ പൊസിഷൻ, അയാളുടെ റോളാണ് അടുത്തത്. പ്രൊമോട്ടറുടെ പദവി, പൊസിഷൻ ഓഫ് എ പ്രൊമോട്ടർ. എന്തൊക്കെയാണ് അയാളുടെ പൊസിഷൻ? ഫസ്റ്റ്, ഹീ മസ്റ്റ് ആക്ട് ഹോണസ്റ്റി, അയാൾ വിശ്വസ്തനായിരിക്കണം, ആ രീതിയിലായിരിക്കണം അയാളുടെ പെരുമാറ്റം. ദെൻ ഹീ എയ്തർ ആൻ ഏജൻറ്റ് ഓർ ട്രസ്റ്റി, അയാളൊരു ഏജൻ്റായിട്ടോ കമ്പനിയുടെ ട്രസ്റ്റി ആയിട്ടോ പ്രവർത്തിച്ചിരിക്കണം പ്രൊമോട്ടർ. ദെൻ തേർഡ് പോയിൻറ്റ്, ഹീ ഷുഡ് നോട്ട് മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ്, രഹസ്യമായിട്ട് ലാഭമൊന്നും അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. ദെൻ he is personally liable of all preliminary
കോൺട്രാക്റ്റ് ബിഫോർ ഇൻകോർപ്പറേഷൻ. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിവിധ കക്ഷികളുമായി ഉണ്ടാകുന്ന കരാറുകൾക്ക് പ്രൊമോട്ടർ വ്യക്തിപരമായി തന്നെ ബാധ്യസ്ഥനാണ്. അതായത് കമ്പനി പുതിയതായിട്ട് തുടങ്ങി റെഡി ആവുന്നതിന് മുമ്പ് എന്തുണ്ടെങ്കിലും അതിനെ വ്യക്തിപരമായിട്ട് ബാധ്യസ്ഥൻ ആരാണ്? പ്രൊമോട്ടറാണ്. അപ്പോൾ ഹി മസ്റ്റ് ആക്റ്റീവ് ഹോണസ്റ്റി, ഹി എയ്തർ ആൻ ഏജൻറ്റ് ഓർ ട്രസ്റ്റി, ഹി ഷുഡ് മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ്, should not make. He is personally liable for all preliminary contract before incorporation. പ്രൊമോഷൻ ഫങ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് കമ്പനി ഡോക്യുമെൻ്റ്. കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ടാണ്. കമ്പനിയുടെ പ്രധാനപ്പെട്ട 2 ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ്. MOA മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. What do you mean by memorandum of association? It defines the objectives കമ്പനിയുടെ ലക്ഷ്യമാണ്. It is the constitution of company and defines the relationship of company with outsiders. It fixes the authorized capital. ഇത് കമ്പനിയുടെ ഒരു ഭരണഘടനയാണ്. കമ്പനിയും കമ്പനിയുടെ പുറത്തുള്ളവരും തമ്മിൽ ബന്ധം നിർണ്ണയിക്കുന്നു. കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്ന് കൂടി ഈ രേഖയിൽ, ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, മെമ്മോറാണ്ടം ഒരു ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ആ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? കണ്ടൻറ്റ് ഓഫ് മെമ്മോറാണ്ടത്തിൻ്റെ ഉള്ളടക്കം എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, നെയിം ക്ലോസ്, നാമവകുപ്പ്. കമ്പനിയുടെ പേരിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും, നെയിം ക്ലോസ്. ദെൻ ഡൊമിസൈൽ ഓർ സിറ്റുവേഷൻ ക്ലോസ്, സ്ഥാനവകുപ്പ്. നെയിം ഓഫ് ദി സ്റ്റേറ്റ് വിച്ച് കമ്പനി ഫോംഡ്, കമ്പനി രൂപീകരിച്ച സ്റ്റേറ്റ് എവിടെയാണോ അതിനെക്കുറിച്ചിട്ട് അതിൽ ഡൊമിസൈൽ ക്ലോസിൽ എഴുതണം. അടുത്തത് ഒബ്ജക്റ്റ് ക്ലോസ്, ലക്ഷ്യവകുപ്പ്. പർപ്പസ് ഓഫ് ഫോർമേഷൻ, ഈ കമ്പനി ഫോം ചെയ്യാനുള്ള പർപ്പസ് എന്താണെന്ന് ഈ ഒബ്ജക്റ്റീവ് ക്ലോസിലാണ് പറയേണ്ടത്. അടുത്തത് ലയബിലിറ്റി ക്ലോസ്. ലയബിലിറ്റി ഓഫ് മെമ്മോറാണ്ടം ഈസ് ലിമിറ്റഡ് ഓർ നോട്ട്, മെമ്മോറാണ്ടത്തിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആവാം, അൺലിമിറ്റഡ് ആവാം. ദെൻ ക്യാപിറ്റൽ ക്ലോസ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓർ നാഷണൽ ക്യാപിറ്റലാണ് ഇതുപോലെയുള്ള സ്ഥാപനത്തിലേക്ക് ഇറക്കുന്നത്. അടുത്തത് അസോസിയേഷൻ ക്ലോസ്, കൂട്ടായ്മ വകുപ്പ്. ഇൻറ്റൻഷൻ ഓഫ് സബ്സിഡിയറി ടു അസോസിയേറ്റ് വിത്ത് ദി കമ്പനി. ഓക്കെ, അപ്പോൾ മെമ്മോറാണ്ടത്തിലെ ക്ലോസസ് ഓർ കണ്ടൻറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ ഡോക്യുമെൻ്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, AOA. Articles of Association means it defines the right, duty and power of the management. മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയും റൈറ്റൊക്കെ പറയുന്ന നിയമങ്ങളെല്ലാം ഉൾപ്പെട്ട ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ ടേബിൾ A എന്നും പറയും. കാരണം കണ്ടെയ്നിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ ദി ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന കണ്ടൻറ്റുകളെല്ലാം ഉള്ളത് ടേബിൾ Aയിലാണ്. അതുകൊണ്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ ടേബിൾ A എന്നും അറിയപ്പെടും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് പ്രൊമോഷൻ, സെക്കൻഡ് സ്റ്റേജ് ഇൻകോർപ്പറേഷൻ. രണ്ടാമത്തെ സ്റ്റേജിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്, പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ. അപ്പോൾ പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ രൂപീകരിക്കാനുള്ള പ്രൊസീജിയർ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ രൂപീകരിച്ച് വെക്കണം, ഫില്ല് ചെയ്ത് വെക്കണം. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ദെൻ ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ദെൻ റിട്ടേൺ കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള സമ്മതം കിട്ടണം. ദെൻ അണ്ടർടേക്കിംഗ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യണം. ദെൻ നോട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ കിട്ടണം. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, സത്യപ്രസ്താവന ഉണ്ടായിരിക്കണം. പേയ്മെൻറ്റ് ഓഫ് ഫീ, അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫീസ് അടക്കണം. അപ്പോൾ ഇൻകോർപ്പറേഷൻ്റെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ രൂപീകരിക്കണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കണം, ഡയറക്ടർമാരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം, ഡയറക്ടർമാരുടെ സമ്മതം വാങ്ങണം, ഡയറക്ടർമാരുടെ ബാധ്യതാപത്രം എത്രയാണെന്ന് അറിയണം, രജിസ്റ്റേർഡ് ഓഫീസ് സംബന്ധിച്ചൊരു നോട്ടീസ് ചെയ്യണം. ദെൻ ലാസ്റ്റ് പോയിൻ്റാണ് ഫീസ് അടക്കുക. ഓക്കെ,
പ്രൊസീജിയർ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്, റിട്ടൺ കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, അണ്ടർടേക്കിംഗ് ഓഫ് ദി ഡയറക്ടേഴ്സ്, നോട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഫീസ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്രൊമോഷൻ കഴിഞ്ഞു, ഇൻകോർപ്പറേഷൻ്റെ പ്രൊസീജിയറും കഴിഞ്ഞു. അടുത്തത് റൈസിങ് ഓഫ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത്. ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ റൈസിങ് ഓഫ് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, സെബിയുടെ സമ്മതം വാങ്ങണം, സ്റ്റേറ്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ദെൻ ഫിക്സിംഗ് ഓഫ് പ്രോസ്പെക്ടസ് ഉണ്ടാക്കണം, അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്കേഴ്സിനായിട്ടോ ബ്രോക്കർമാരായിട്ടോ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കണം. ദെൻ മിനിമം സബ്സ്ക്രിപ്ഷൻ ലിമിറ്റ് 90% ഓഫ് ഷെയർസ് ഓഫ് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ 90% ഉണ്ടായിരിക്കണം അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ. ദെൻ ആപ്ലിക്കേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അപ്ലൈ ചെയ്യുക. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് വരും. ഇതൊക്കെയാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ റൈസിങ് ഓഫ് ക്യാപിറ്റൽ റൈസ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഈ സ്റ്റെപ്സുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ചാപ്റ്ററിനെ ഒരു എസ്സേ ഫുള്ളായിട്ട് ചോദിക്കാം. ഇതിലെ ഓരോ സ്റ്റെപ്പുകളും ഒരു എസ്സേ ആയിട്ട് ചോദിക്കാം. പല രൂപത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒഴിവാക്കാൻ ഒരു ഭാഗവും ഇതിലില്ല. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. പ്രോസ്പെക്ടസ് തയ്യാറാക്കുക, പിന്നെ കമ്പനിയുടെ ബാങ്കർമാരെ ഓഡിറ്റർമാരെ നിയമിക്കുക, മിനിമം സബ്സ്ക്രിപ്ഷന്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓഹരി അനുവദിക്കുക, ഇതെല്ലാം പിന്നെ ക്യാപിറ്റൽ റൈസിങ്ങിൽ ഉൾപ്പെട്ട ഭാഗമാണ്. പ്രൊമോഷൻ നടത്തി കഴിഞ്ഞു, ഇൻകോർപ്പറേഷനും ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനും കഴിഞ്ഞാൽ നാലാമത്തെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആരംഭിക്കുക. ഇൻ എ പബ്ലിക് കമ്പനി ക്യാൻ സബ്മിറ്റ് ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിൽ താഴെ പറയുന്ന രേഖകളൊക്കെ പബ്ലിക് കമ്പനി സബ്മിറ്റ് ചെയ്യണം. അടുത്തത്, ഡിക്ലറേഷൻ ദാറ്റ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് റിസീവ്ഡ് ഇൻ ക്യാഷ്. അതായത് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഓഹരി പണത്തേക്കാൾ കൂടുതൽ തുകക്കുള്ള ഓഹരി അലോട്ട് ചെയ്തിരിക്കണം. ദെൻ കോപ്പി ഓഫ് പ്രോസ്പെക്ടസിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ദെൻ ഡിക്ലറേഷൻ ദാറ്റ് ഡയറക്ടേഴ്സ് ഹാവ് മെയ്ഡ് പേയ്മെൻറ്റ് ഓൺ ദെയർ ക്വാളിഫിക്കേഷൻ ഷെയർ. അതായത് ഡയറക്ടർമാർ അവരുടെ ക്വാളിഫിക്കേഷൻ ഷെയർ വാങ്ങുകയും അതിൻ്റെ പണം അടക്കുകയും ചെയ്തിരിക്കണം. ദെൻ ലാസ്റ്റ്, ഡിക്ലറേഷൻ സൈൻഡ് ബൈ ഡയറക്ടേഴ്സ് സ്റ്റേറ്റിംഗ് ദാറ്റ് ദ നെസസറി ഫോർമേഷൻ ആർ കംപ്ലീറ്റഡ്. വ്യവസ്ഥകളെല്ലാം പാലിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഡിക്ലറേഷൻ രജിസ്ട്രാർ മുഖേന ഫയൽ ചെയ്തിരിക്കണം. കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിൽ രജിസ്ട്രാർ മുഖേന കമ്പനി ഒരു പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യണം. പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കുറഞ്ഞ ഓഹരികളും അലോട്ട് ചെയ്തിരിക്കണം. ഡയറക്ടർമാർ അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവണം. വ്യവസ്ഥകളെല്ലാം പാലിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കണം. ഈ ഡോക്യുമെൻ്റ് പറഞ്ഞ കൂട്ടത്തിൽ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും പറഞ്ഞതുകൊണ്ട് അത് തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് ഈ ചാപ്റ്ററിൽ. പ്രധാനപ്പെട്ട 4 വ്യത്യാസം എന്ന് പറയുന്നത്, മെമ്മോറാണ്ടം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഭരണഘടനയാണ് മെമ്മോറാണ്ടം. അതേസമയം ഈ ഭരണത്തിനുള്ള നിയമങ്ങളെല്ലാം പാലിക്കുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. റൂൾസ് ഓഫ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്, ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ്. രണ്ടാമത്തെ ഡിഫറൻറ്റ് എന്ന് പറയുന്നത്, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള പ്രൈമറി ഡോക്യുമെൻ്റാണ്, പ്രാഥമിക രേഖയാണ് മെമ്മോറാണ്ടം. സെക്കൻഡറി ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ്. ദെൻ പ്രിപ്പറേഷൻ ഈസ് കമ്പൽസറി. ഏതൊരു കമ്പനിയായാലും, പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും മെമ്മോറാണ്ടം നിർബന്ധമായിട്ടും ഉണ്ടാക്കണം. അതേസമയം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നിർബന്ധമില്ല, ഒരു കമ്പനി ഫോം ചെയ്യാൻ നിർബന്ധമില്ല. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ആൾട്രേഷൻ ഈസ് ഡിഫിക്കൽട്ട്. ഈ മെമ്മോറാണ്ടത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പെട്ടെന്ന് തിരുത്താൻ പറ്റും. തിരുത്തലുകൾക്ക് അനുയോജ്യമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്ന് ഡിഫൈൻ പ്രൊമോഷൻ എന്താണെന്ന് പറയണം. ദെൻ വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് കമ്പനി ഫോർമേഷൻ, ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റൈസിങ് ഫണ്ട്, ദെൻ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ദെൻ വാട്ട് ഈസ് പ്രോസ്പെക്ടസ് എന്താണെന്ന്, കമ്പനിയുടെ എല്ലാ ഡോക്യുമെൻറ്റുകളും അടങ്ങിയ, എല്ലാ കാര്യങ്ങളും അടങ്ങിയ രേഖയാണ് പ്രോസ്പെക്ടസ്.
ദെൻ ഡിഫൈൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ആർ ദ പ്രൊസീജിയർ ഓഫ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ്റെ പ്രൊസീജിയർ ഏതൊക്കെയാണ്. ദെൻ പിന്നെ പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എക്സ്പ്ലെയിൻ ആൻഡ് ഇറ്റ്സ് കണ്ടൻറ്റ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്നും അതിലെ കണ്ടൻറ്റുകൾ ഏതൊക്കെയാണെന്നും. കണ്ടൻറ്റ് പറഞ്ഞാൽ അതിനെ ക്ലോസ് പറയും. കാരണം നെയിം ക്ലോസ്, ലാബിലിറ്റി ക്ലോസ്, അങ്ങനെ ഓരോ ക്ലോസുകളുണ്ട്. അതാണ് കണ്ടൻറ്റ് ഓഫ് മെമ്മോറാണ്ടം. ദെൻ വാട്ട് ആർ ദ പ്രൊസീജിയർ ഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട പ്രൊസീജിയർ ഏതൊക്കെയാണ്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. പിന്നെ ലാസ്റ്റ് മെമ്മോറാണ്ടോ ആർട്ടിക്കിൾസും തമ്മിലുള്ള ഡിഫറൻസ്. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓരോ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ അത്യാവശ്യം മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. അതുകൊണ്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കവർ ചെയ്യുക, ഒരുപാട് പ്രാവശ്യം കേൾക്കുക. ഓക്കെ, ബൈ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.